ഇവിടയിൽ വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ന് ഒരു സ്പീച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നത് യൂറോപ്പിനെ നിശിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. വിമർശിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ, അതായത് യൂറോപ്പ് അവരുടെ വെസ്റ്റേൺ കൾച്ചർ അത് റഷ്യക്കുള്ളിലേക്ക് കടത്തിവിടാനും അതുപോലെ തന്നെ അവർ റഷ്യയെ ഇല്ലായ്മ ചെയ്യാനും വേണ്ടിയിട്ട് അമേരിക്കയുടെ ജോ ബൈഡൻ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ചേർന്ന് പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയായിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ നമ്മൾ പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള രീതിയിൽ റഷ്യയുടെ മിലിറ്ററിയുടെ ആ ഒരു പവറിനെ കുറിച്ച് പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സ്പീച്ചാണ് കൊടുത്തത്. അതിലുപരിയായിട്ട് ഓർഷനിക്സ് എന്ന് പറഞ്ഞ അവരുടെ ഒരു മിസൈൽ ഉണ്ടല്ലോ, ആ മിസൈൽ സിസ്റ്റത്തിനെ കുറിച്ചും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കൺവെൻഷനൽ മാനറിൽ ഉപയോഗിക്കുന്ന ഒരു മിസൈലാണത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇടണം. ഇസ്രായേലൊക്കെ കാണിക്കുന്നത് പോലെ ഒരു എവാക്യുവേഷൻ നോട്ടീസ് ഇഷ്യൂ ചെയ്യുക, ഉക്രൈനിലെ ഇന്ന സ്ഥലത്തുള്ള ആൾക്കാരൊക്കെ ഒഴിഞ്ഞു മാറുക എന്ന് പറഞ്ഞിട്ട് ഒരു എവാക്യുവേഷൻ നോട്ടീസ് കൊടുത്തിട്ട് അവിടെ ഈ ഒരു മിസൈൽ കൊണ്ടിടണം. ഇട്ടിട്ട് കുറച്ച് നഷ്ടം സംഭവിക്കും, ഇല്ലാന്നില്ല. പക്ഷേ ഒരു യുദ്ധം അവസാനിപ്പിക്കുന്ന രീതിയിലുള്ള ഒറ്റ പൊട്ടിയിൽ കൊടുക്കണം. കൊടുത്താൽ മാത്രമേ ഈ യുദ്ധം അവസാനിക്കൂ എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം യൂറോപ്യൻസിന് കാര്യം മനസ്സിലാവുന്നില്ല. ഇപ്പോഴും നാറ്റോ ആയിക്കോട്ടെ, യൂറോപ്യൻ യൂണിയൻ ആയിക്കോട്ടെ, ഇവരെല്ലാം തന്നെ ഉർസുല വാണ്ടർലൈൻ ചേച്ചി ഉണ്ടല്ലോ, അവരെല്ലാം ഈ ഉർസുല വാണ്ടർലൈൻ ചേച്ചി ആയിക്കോട്ടെ, അവരെല്ലാം തന്നെ വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള ഡയലോഗുകളാണ് എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇന്ന് ഉർസുല പറഞ്ഞിരിക്കുന്നത് യൂറോപ്പിൻ്റെ കംപ്ലീറ്റ് സെക്യൂരിറ്റി, ഫുൾ സെക്യൂരിറ്റി നമ്മൾ തന്നെ സെൽഫായിട്ട് ഉറപ്പുവരുത്തും, അതിനുള്ള കപ്പാസിറ്റി ഞാൻ കൊണ്ട് എന്നുള്ളതാണ് ഉർസുല ചേച്ചിയുടെയൊക്കെ വീരവാദം. പക്ഷേ ഇതിനെ പിന്താങ്ങിക്കൊണ്ട് ജർമ്മനിയിലെ മെർസ് ഫ്രെഡറിക്ക് അതെ ജർമ്മനിക്കും അതിൻ്റെ കപ്പാസിറ്റി ഉണ്ട്, ജർമ്മനിയൊക്കെ കാത്തു സൂക്ഷിക്കാൻ സംരക്ഷിക്കാനും ജർമ്മനിയുടെ സെക്യൂരിറ്റി ഉറപ്പുവരുത്താനും ജർമ്മൻസ് തന്നെ മതി എന്നുള്ള രീതിയിലൊക്കെയാണ് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ കാരണം വേറെ ഒന്നുമല്ല, ട്രംപ് നിരന്തരം ഇവരെ അവഗണിക്കുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ കാരണമായിട്ട് മാറിയിരിക്കുന്നത്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്കൊന്നും അത്രമാത്രം കപ്പാസിറ്റി ഇല്ല എന്നുള്ളതാണ് ഇവരുടെ നിരന്തരമായിട്ടുള്ള ഡയലോഗ്സ്. അതിനെ തുടർന്നാണ് യു എസിനെ പ്രഷർ ചെയ്ത് ഞങ്ങൾക്ക് ഗ്യാരണ്ടി വേണം, സെക്യൂരിറ്റി ഗ്യാരണ്ടി വേണം, സെക്യൂരിറ്റി ഗ്യാരണ്ടി വേണം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സെക്യൂരിറ്റി ഗ്യാരണ്ടി വേണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് ഇപ്പം. അപ്പോൾ ഇപ്പോൾ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ മാത്രമാണ് ഇപ്പം അമേരിക്ക നടത്തുന്നത്. ഒരിക്കലും യൂറോപ്പിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ യൂറോപ്പുമായിട്ട് ആലോചിച്ചുകൊണ്ടോ ഒരു തീരുമാനം എടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ മോക്ക് ചെയ്തുകൊണ്ട്, അതായത് ഇപ്പോഴത്തെ ജർമ്മനിയുടെയും ഇതേപോലെ നാറ്റോയുടെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളെ ഖണ്ഡിച്ചുകൊണ്ട് ഇറ്റലിയിലെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഇത് തന്നെയല്ലേ പണ്ടോട്ടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ വീണ്ടും വീണ്ടും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിലുള്ള ഡയലോഗ്സ് പറയേണ്ട ആവശ്യമില്ല. ഒന്നെങ്കിൽ അമേരിക്ക വേണം, ഇല്ലെങ്കിൽ അമേരിക്ക വേണ്ട. തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. അപ്പോൾ ആ രീതിയിൽ ഒരുമിച്ചുള്ള തീരുമാനം എടുക്കണം. ചില സമയങ്ങളിൽ യൂറോപ്പിൻ്റെ സ്വന്തം സെക്യൂരിറ്റി നോക്കാൻ അറിയാമെന്നും ചില സാഹചര്യങ്ങളിൽ അമേരിക്ക വന്ന് സെക്യൂരിറ്റി നോക്കണമെന്നും ഇങ്ങനെ മാറി മാറി സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ അമേരിക്കയുമായിട്ട് ചർച്ച നടത്തിയിട്ട് പരാജയപ്പെട്ടു വന്നിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ടുള്ള വേർഡിങ്സ് നേതാക്കൾ, ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ആൾക്കാർ ഉപയോഗിക്കണം എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റലി പറഞ്ഞിട്ടുണ്ട്. യൂറോപ്പിൻ്റെ ഉള്ളിൽ തന്നെ വല്ലാത്ത രീതിയിലുള്ള ചേരിതിരിവാണ് ഇപ്പോൾ രൂപപ്പെടുന്നത്. റഷ്യ അപ്പുറത്ത് സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം യൂറോപ്യൻസിനെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അഭിസംബോധന ചെയ്തത് ലിറ്റിൽ പിഗ്സ് എന്നാണ്. ആ ഒരു വേർഡ് ഹൈലൈറ്റ് ചെയ്ത് മാധ്യമങ്ങൾ പുടിൻ ഇങ്ങനെയാണ് യൂറോപ്പിനെ വിശേഷിപ്പിച്ചത് എന്നുള്ള രീതിയിൽ ആ കോട്ടിംഗ് എടുത്ത് കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിച്ച് മടങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് ഞാൻ ഇന്നലെ പുള്ളി ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. റഷ്യയും ഇന്ത്യയും തമ്മിൽ റെസിപ്രോക്കൽ ട്രേഡ് മെത്തേഡ് അത് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഇപ്പോൾ ഇതാ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഇന്ത്യയുടെ എയർ ബേസ് അഥവാ ഡിഫൻസിന്റെ ബേസുകളെല്ലാം തന്നെ ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഇന്ത്യ റഷ്യക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി അതിനകത്ത് Su-57 നമ്മൾ വാങ്ങുന്നു എന്നുള്ള പേര് പോലുമില്ല. റഷ്യ കൃത്യമായിട്ട് കൊണ്ട് അവിടെ പാർക്ക് ചെയ്യും. ഒബ്വിയസ്ലി ഇന്ത്യക്ക് റഷ്യയുടെ വിമാനങ്ങൾ ഉപയോഗിച്ചുള്ള നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി വിമാനം റഷ്യയുടെ പക്കൽ നിന്ന് വാങ്ങണം എന്നുള്ളത് നിർബന്ധമല്ലാതായിരിക്കുകയാണ്. അതായത് ഏത് ബേസും. അപ്പോൾ ഇനി റഷ്യയുടെ പല വിമാനങ്ങളും ഇന്ത്യക്കുള്ളിൽ ചറവറ വന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. അത് റീഫ്യൂവലേഴ്സ് ആയിക്കോട്ടെ, റഷ്യയുടെ കാർഗോ വിമാനങ്ങളായിക്കോട്ടെ, റഷ്യക്കുള്ള എന്ത് സാമഗ്രികളും അവരുടെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു എക്യുപ്മെൻറ്റും ഇന്ത്യക്കുള്ളിൽ അവർക്ക് കൊണ്ടുവന്ന് വെക്കാം. ഈ കരാറാണ് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഇപ്പം ഓക്കെ ആക്കിയിരിക്കുന്നത്. അതായത് ട്രംപ് വിചാരിക്കുന്നത് ഈ ട്രേഡ് ഡെഫിസിറ്റ് അത് മാത്രമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ള രീതിയിൽ ഊതിപ്പെരിപ്പിച്ച് വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഏത് തരത്തിൽ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമായിരുന്നു. അതിനെ എങ്ങനെയാണ് ട്രംപ് ഈ ഒരു താരിഫിന്റെ പേരിൽ ആ ഒരു ബന്ധത്തിൽ വിള്ളൽ ഏർപ്പെടുത്തിയത് എന്നുള്ളത് ഇത് കൃത്യമായിട്ട് വെളിപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ട്രംപിനെതിരെ അമേരിക്കയുടെ ഉള്ളിൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിമർശനങ്ങൾ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ കോൺഗ്രസിന്റെ ഉള്ളിൽ എപ്സ്റ്റീൻ ഫയൽ എപ്പോൾ പുറത്തുവിടും, എന്തുകൊണ്ട് എപ്സ്റ്റീൻ ഫയൽ നിങ്ങൾ ഇങ്ങനെ മൂടിക്കെട്ടി വെച്ചിരിക്കുന്നു, ഏത് ഉന്നതനാണ് ഈ ഒരു എപ്സ്റ്റീൻ ഫയലിൽ മറഞ്ഞിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ എപ്സ്റ്റീൻ ഫയൽ പുറത്തുവിടാൻ ട്രംപിന് ഇത്രമാത്രം പേടി, ട്രംപ് ഈ ഭരണത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പെങ്കിലും ഞങ്ങൾക്ക് എപ്സ്റ്റീൻ ഫയൽ വായിച്ച് കേൾക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. പക്ഷേ
എപ്സ്റ്റീൻ ഫയലുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടി മിണ്ടുന്നില്ല എന്നുള്ള സാഹചര്യമാണ് ഇപ്പോൾ അമേരിക്കയുടെ ഉള്ളിൽ. എന്തോ പന്തികേട് ഇതിനകത്തുണ്ട്, അത് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ അതിനകത്ത് ട്രംപിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതും കൂടി നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. അല്ലാതെ വേറെ ഏത് ഉന്നതന് വേണ്ടിയിട്ടാണ് ഈ ഫയൽ ഇപ്പം ട്രംപ് പൂഴ്ത്തിക്കെട്ടി വെച്ചിരിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ട്രംപിൻ്റെ പേരിൽ അതിനകത്ത് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ട്രംപ് എന്തിനാണ് ഇത്രമാത്രം വറീഡ് ആകുന്നത്? അതിൻ്റെ ആവശ്യമില്ല. അത് ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാകുമ്പോഴത്തേക്കും ആ ഫയൽ അങ്ങ് പുറത്തു വിട്ടൂടെ? ഇനിയിപ്പോൾ ഏതെങ്കിലും പേജുകൾ മാറ്റിയിട്ട് ഒന്നുകൂടെ വൃത്തിയായിട്ടിരുന്ന് വായിച്ചിട്ട് ഒരു 10 ദിവസം എടുത്ത് വായിച്ച് മനസ്സിലാക്കിയിട്ട് പബ്ലിഷ് ചെയ്താൽ മതി. അതായത് തൻ്റെ പേരിൽ ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് പബ്ലിഷ് ചെയ്താലും മതി. പക്ഷേ ഒരു ഡേറ്റ് പ്രഖ്യാപിക്കണമല്ലോ. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നത് ട്രംപ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും 2-3 പേജ് വെച്ച് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ ഗോൾഫ് കളിക്കാൻ പോകുമ്പോഴും ഈ ഒരു ഫയലും എടുത്തുകൊണ്ട് പോകുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അത് പുള്ളിയുടെ പേഴ്സണൽ സ്പേസ് ആണ് ഈ ഗോൾഫ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും. അപ്പോൾ അവിടെ ഇരുന്ന് ഡെയിലി 4-5 പേജ് വെച്ച് വായിക്കുകയാണ്. അവിടെ എങ്ങാനും ട്രംപ് എന്നുള്ളൊരു പേരുണ്ടെങ്കിൽ ആ പേജ് മൊത്തത്തിൽ എടുത്ത് കളയാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സൈലൻസ്. അത് കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് ഞാൻ എപ്സ്റ്റീൻ ഫയൽ ഞാൻ പുറത്തു വിടും എന്ന് പറഞ്ഞിട്ട് വളരെ പ്രൗഡ് മൊമെന്റിൽ സംസാരിച്ചുകൊണ്ട് പുള്ളിക്കാരൻ ആ ഫയൽ പുറത്തു വിടും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും തൽക്കാലം പുറത്തു വിടാൻ നിവൃത്തിയില്ല, അതാണ് സാഹചര്യം. ഡെൻമാർക്ക് ഒരു വാർത്ത പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഡെൻമാർക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ഡേറ്റാ സെന്റർ അവർ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡേറ്റാ സെന്ററിന് വേണ്ടിയിട്ട് എനർജി റിസോഴ്സ് വേണമല്ലോ. അപ്പോൾ ഈ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് അവർ ശരിക്കും പറഞ്ഞാൽ അവരുടെ രാജ്യത്ത് യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയിൽ ഏതാണ്ട് 5% ഈ ഡേറ്റാ സെന്ററിന് ആവശ്യം വരുന്നതാണ് പറയുന്നത്. 5% പറഞ്ഞാൽ ഏതാണ്ട് 2 മില്യൺ കുടുംബങ്ങൾക്ക് ഇലക്ട്രിസിറ്റി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു പവർ യൂണിറ്റ് ആണ് ഇവർക്ക് ആവശ്യം വരുന്നത് ഈ ഡേറ്റാ സെന്ററിന്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഡെൻമാർക്കിനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഡെൻമാർക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു ഫോർകാസ്റ്റ്, അതായത് ഡേറ്റാ സെന്റർ എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കും ഇത് എത്രമാത്രം ചെലവേറിയ ഒരു സംരംഭമാണ് എന്നുള്ളതാണ് ഡെൻമാർക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാ രാജ്യങ്ങളിലും ഒന്നൊന്ന് വെക്കുന്നതിന് പകരം അപ്പോൾ എല്ലാവരും അവരവരുടെ ഡോമിനേഷനിൽ അവരവർക്ക് ഡേറ്റാ സെന്റർ എന്നുള്ള രീതിയിലാണ് ആ ഒരു കോൺസെപ്റ്റാണ് ഇപ്പം നിലനിൽക്കുന്നത്. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് എൻവിഡിയ പോലത്തെ സംരംഭങ്ങളൊക്കെ സ്പേസിൽ നമുക്കൊരു ഡേറ്റാ സെന്റർ ആവാം. അവിടെ ആകുമ്പം സോളാർ ഉണ്ടല്ലോ, സോളാർ വെച്ചിട്ട് 24/7 അത് സോളാറിൽ ചലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് എനർജിക്കും അവിടെ ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. നോ മോർ എനർജി ഷോർട്ടേജ്. നമ്മൾ കൂടുതലായിട്ട് ബുദ്ധിമുട്ടണ്ട. ഇവിടെ ഏതെങ്കിലും ഒരു രാജ്യത്തിൽ സ്ട്രൈക്കോ സമരമോ ഗവൺമെൻറ് അൺസർട്ടനിറ്റിയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ ഡേറ്റാ സെന്റർ ഷട്ട് ഓഫ് ചെയ്യേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് സ്പേസിൽ ഇതൊന്നും സംഭവിക്കത്തില്ല. അപ്പോൾ അതായത് ഹ്യൂമൻ ഇൻ്റർവെയിൻ ഇല്ലാത്ത രീതിയിൽ അത് പ്രവർത്തിക്കും. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള കോൺസെപ്റ്റ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ ഇത് എത്രമാത്രം ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ട് ഈ പ്രോജക്റ്റുകളൊക്കെ മുന്നോട്ട് പോകുന്നത് നമുക്കറിയില്ല. ഇത് ജസ്റ്റ് ഒന്ന് പ്രൊപ്പോസ് ചെയ്ത ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. സ്പേസിൽ നിർമ്മിക്കാനിരിക്കുന്ന ക്ലൗഡ് ഡേറ്റാ സെന്റർ. ഇന്ത്യൻ എക്കോണമി 20% ഇൻക്രീസ് ആയിട്ടുണ്ട്. അതായത് ട്രംപിൻ്റെ ഈ ഒരു താരിഫിൻ്റെ ഇടയിലും 20% ഇന്ത്യ എക്സ്പോർട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നുള്ള വാർത്തയാണ് വരുന്നത്. പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ തീവ്രവാദത്തിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് അഹോരാത്രം പരിശ്രമിക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇന്നലെ UN-ൽ ഇന്ത്യൻ റെപ്രസെന്റേറ്റീവ് പർവതനേനി ഹാരിസ് പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ തീവ്രവാദം അവരുടെ രാജ്യത്തിന് ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് ഓപ്പണായിട്ട് അംഗീകരിച്ച ഒരു രാജ്യമാണ്. എവിടെ പബ്ലിക്കലി ഗ്ലോബലി അംഗീകരിച്ച ഒരു രാജ്യമാണ്. ആ ഒരു രാജ്യത്തിനടുത്ത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു എയിം, ഇസ്ലാമാബാദിന്റെ എയിം എന്ന് പറഞ്ഞാൽ ഡൽഹിയെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യുക, അതും തീവ്രവാദത്തിലൂടെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യം അവർ കൈവിടിയണം, ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് കനത്ത പ്രഹരം ഇന്ത്യയുടെ സൈഡിൽ നിന്നും നേരിടേണ്ടി വരും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് എയർപോർട്ടിൽ വരെ കൊണ്ട് സെൻഡ് ഓഫ് ചെയ്ത് വിട്ടതായിട്ടുള്ള വാർത്തയാണ് നമുക്ക് വായിക്കാൻ കഴിഞ്ഞത്. അത്രമാത്രം വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഫസ്റ്റ് കൂടിക്കാഴ്ചയായിരുന്നു എത്യോപ്യ ഇന്ത്യ തമ്മിൽ. അതിനൊത്ത രീതിയിലുള്ള ഒരു ബഹുമാനം ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിന് എത്യോപ്യ നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം തീർച്ചയായിട്ടും ഏതാണ്ട് 600ഓളം കമ്പനികളെ അവിടെ ഇന്ത്യൻ കമ്പനികൾ എത്യോപ്യയിലേക്ക് കച്ചവടത്തിന് വേണ്ടിയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനാണ് ഇന്ത്യൻ കമ്പനികൾ. 600ഓളം കമ്പനികൾ എത്യോപ്യയിൽ വിവിധ മേഖലകളിൽ അവിടെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും സാധനങ്ങൾ അയച്ചു കൊടുത്തോ ഉള്ള രീതിയിൽ ബിസിനസ് എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട് എത്യോപ്യയും ഇന്ത്യയും തമ്മിൽ. 600+ കമ്പനികളാണ്. 600+ ഇന്ത്യയിലുള്ള SME സെക്ടറിൽ വരുന്ന കമ്പനികളെ എത്യോപ്യയുമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. ഈ ഒരു കരാറാണ് ഏറ്റവും നിർണായകമായിട്ട് ഇപ്പോൾ ഇതിനകത്ത് സൈൻ ചെയ്തത്. ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു പദ്ധതിയാണ്. ശരിക്കും പറഞ്ഞാൽ ലോങ് റണ്ണിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലൊരു പദ്ധതിയാണ്. അതായത് ഒരു 600 കമ്പനികൾക്ക് ഒരു വ്യത്യസ്ത തരത്തിലുള്ള ഒരു മാർക്കറ്റ് കണ്ടെത്തിയിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പം ആ ഒരു വലിയ ഡീൽ കഴിഞ്ഞിട്ടാണ് പ്രധാനമന്ത്രി ഒമാനിൽ എത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ഡേ ടൈമിൽ ഈ വീഡിയോ പുറത്തു വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഒമാനുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. അതുപോലെ ഈ മാസം ഈ 18-ാം തീയതി മുതൽ 30-ാം തീയതി വരെ, അതായത് ഒരു 12-13 ദിവസം ഏകദേശം, ഇന്ത്യൻ ആർമി
ഒരു കണ്ടിജന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് 50 മുതൽ 55 60 താഴെ വരും. അത്രത്തോളം സോൾജേഴ്സ്, ഇന്ത്യൻ ആർമിയിലുള്ള സോൾജേഴ്സ് UAE-യിലേക്ക് യാത്രയാവുകയാണ്. അറിയാമല്ലോ, UAE-യും സൗദി അറേബ്യയും തമ്മിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ഈ ഒരു ടൈമിൽ ഇന്ത്യയിലുള്ള 53 മിലിറ്ററി ഉദ്യോഗസ്ഥർ UAE സന്ദർശിക്കുകയാണ്. പ്രത്യേകിച്ച് അബുദാബിയിൽ പോവുകയാണ്. അവിടെ ഡിസേർട്ട് ട്രെയിനിങ്, ഡിസേർട്ടിൽ ഉള്ള മിലിറ്ററി എക്സസൈസുകൾ കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ രീതിയിൽ ഒരു കോപ്പറേഷൻ, ഈ രീതിയിൽ ജോയിന്റ് വെഞ്ചർ എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് ഞാൻ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. UAE-യും ഇന്ത്യയും തമ്മിൽ വളരെയധികം വളരെ അർജന്റായിട്ട് എമർജൻസി ആയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ട്രെയിനിങ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഇത് ട്രെയിനിങ് അല്ല ശരിക്കും പറഞ്ഞാൽ, ഇതിൻ്റെ പുറകിൽ വേറെ വലിയ രീതിയിലുള്ള പ്ലാനും പദ്ധതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിവേ, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു സോഴ്സിൽ നിന്നുള്ള വാർത്തകൾ വരുമ്പോഴത്തേക്കും ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എവിഡൻസ് എവിടെ, സോഴ്സ് എവിടെ എന്നൊക്കെ ആൾക്കാർ ചോദിച്ചുകൊണ്ട് വരും. അപ്പോൾ അതുകൊണ്ട് സോഴ്സ് വരട്ടെ, സോഴ്സ് വന്നിട്ട് ഞാൻ പറയാം. കാരണം ഇന്ത്യ UAE തമ്മിൽ ഡിഫൻസ് മേഖലയിൽ ശക്തമായ രീതിയിൽ ധാരണയായിട്ടുണ്ട്. ശരിക്കും ഇന്ത്യ UAE ഒരു രാജ്യം എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാനാണ് എഗ്രിമെന്റ് ധാരണയായിരിക്കുന്നത്. ഇതേ വേർഡിങ്സ് തന്നെയാണ് ഞാൻ ഇതിന് മുമ്പുള്ള അപ്ഡേറ്റിൽ ഞാൻ പറഞ്ഞിരുന്നത്. വാർത്ത സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അതായത് ആ രീതിയിൽ കൃത്യമായിട്ടുള്ള ധാരണ UAE-യും ഇന്ത്യയും തമ്മിൽ ആയിട്ടുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണം പാകിസ്ഥാനും സൗദി അറേബ്യയാണ്. അവർ തമ്മിലുള്ള എഗ്രിമെന്റ്, പാകിസ്ഥാൻ ഈയിടെയായിട്ട് മറ്റു പല ഗൾഫ് രാജ്യങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പല രീതിയിലുള്ള അവാർഡുകളും ഗിമിക്കുകളൊക്കെ കൊടുത്തുകൊണ്ട് ചില നമ്പറുകൾ, ഉടായ്പകളൊക്കെ ഇറക്കിക്കൊണ്ട് നടക്കുന്നത് കൊണ്ട് തന്നെയാണ് UAE ഇന്ത്യയുമായിട്ട് ശക്തമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഡിഫൻസ് മേഖലയിൽ അത് ഒരു ഫ്രണ്ട്ലി നേഷൻ എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾ, അതേപോലെ മിനിസ്റ്റീരിയൽ ലെവലിൽ നല്ല രീതിയിലുള്ള ബന്ധം, പീപ്പിൾ ടു പീപ്പിൾ ബന്ധം, ഇതെല്ലാം തന്നെ വളരെ ശക്തമായ രീതിയിൽ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് UAE ഇന്ത്യയുമായിട്ട്. അവർ സൈനികപരമായിട്ടുള്ള ഒരു സഹകരണത്തിന് ഇത്രമാത്രം എഫക്റ്റീവായിട്ട് ഒരു ഓപ്പൺ ഡോർ പോളിസി ഇന്ത്യയും UAE-യും തമ്മിൽ നിലവിൽ വരുന്നത് ആദ്യമായിട്ടാണ്. അതിന് പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഇന്ത്യയെ വിശ്വസിക്കുന്നുണ്ട് UAE, അതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ആ ഒരു ട്രസ്റ്റ് ഇന്ത്യ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും 53 മിലിറ്ററി ഉദ്യോഗസ്ഥർ UAE-യിലേക്ക് വരികയാണ്. 18-ാം തീയതി മുതൽ 30-ാം തീയതി വരെ അവർ UAE-യിൽ ഉണ്ടാവും. അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ ട്രെയിനിങ് കൊടുക്കും. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ഇസ്രായേലിലുണ്ട്. പ്രൈം മിനിസ്റ്റർ നെതന്യാഹുവിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. നെതന്യാഹുവിൻ്റെ നെക്സ്റ്റ് ഇന്ത്യ വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട്. ജാനുവരി ഫെബ്രുവരിയിൽ നടക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ നിലവിൽ ഈ ഒരു ഗാസ പീസ് സമ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അമേരിക്ക ചർച്ച, അതേപോലെ ഈ ഒരു ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നെതന്യാഹു നല്ല ബിസിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യ സന്ദർശിക്കാൻ ഇപ്പം ഒരു അനുയോജ്യമായ ടൈമല്ല എന്ന് തീരുമാനിച്ച് മാറ്റിവെച്ചിരിക്കുന്നത്. കാരണം പുള്ളിക്കാരൻ വേറെ കാര്യങ്ങളിലേക്ക് എൻഗേജ്ഡ് ആണ്. ഡിസംബർ ലാസ്റ്റ് വീക്കിൽ അമേരിക്കയിലേക്ക് സന്ദർശനം നടത്താൻ വേണ്ടിയിരിക്കുകയാണ്. ഈ ഗാസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ചർച്ച നടത്താനിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ പുതിയ ഡേറ്റ് പ്രപ്പോസ് ചെയ്തില്ല. പക്ഷേ എന്തായാലും അമേരിക്ക വിസിറ്റ് കഴിഞ്ഞ് വന്നിട്ട് ഡേറ്റ് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ് ഈ ഡിസംബറിൽ അമേരിക്കൻ പര്യടനം കഴിഞ്ഞ് വന്നതിന് ശേഷം പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കുറേ ജിയോ പൊളിറ്റിക്കൽ വിഷയങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.